ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു സ്പേസ് ഡിസൈനിൻ്റെ പുതുവത്സരാശംസകൾ. അപ്പോൾ എല്ലാവർക്കും 2021 നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്താണ് സംഭവം എന്ന്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കിച്ചണാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഗൂഗിളിൽ കണ്ട പിക്ചർ തന്നെയായിരിക്കും. ഈ ഗൂഗിളിൽ നിന്നാണ് ഞാനും ഫോട്ടോ റെഫറൻസ് എടുത്തത്. അപ്പം കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് തീരാൻ പറ്റിയ ഒരു ട്യൂട്ടോറിയൽ, അതൊക്കെയല്ലേ നമുക്ക് വേണ്ട. അല്ലാണ്ട് കൂടുതൽ മോഡലൊക്കെ ചെയ്ത് വെക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇത് വെറും ബോക്സുകളിട്ടിട്ട് ജസ്റ്റ് മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൽ ഈ ഒരു ടേബിൾ, ചെയർ, പിന്നെ ഈ ഒരു പ്ലാന്റുകൾ, ഈ കർട്ടൻ, ഇത്രയും സാധനങ്ങൾ ഞാൻ 3D Max എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഈ വിൻഡോ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പുറകിൽ എങ്ങനെയാണ് ഈ സാധനം വെക്കുന്നത്, ഈ ട്രീസൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇമേജ് പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ ട്യൂട്ടോറിയൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം ഇതിൻ്റെ ഓവറോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 6x4 കിച്ചണാണ്. ഇത് 6 മീറ്റർ നീളമുണ്ട്, അതായത് 4 മീറ്റർ വീതിയുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ മോഡൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കിച്ചണിൻ്റെ ഇത്, പിന്നെ ഈ അടുപ്പ്, ഈ ടേബിള്, ചെയർ, ഇത്രയും സാധനങ്ങൾ ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഈ സീൻ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പഴയ ട്യൂട്ടോറിയൽ അതേപോലെ തന്നെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുന്നൊന്നുമില്ല, അതിൻ്റെ അകത്ത് തന്നെ വെറുതെ ലൈറ്റ് ഇട്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ലൈറ്റ് അപ്ലൈ ചെയ്യുക. സോ ഞാൻ ഈ സീൻ ഫയൽ ഇടൂല. നിങ്ങൾക്ക് കിട്ടേണ്ട ഒബ്ജക്റ്റുകൾ, അതായത് ഈ ഇതിൽ ആവശ്യമായിട്ടുള്ള ഈ പ്രോപ്പർട്ടീസ് സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. നമ്മൾ ഫസ്റ്റ് ഓൾറെഡി എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരു ബോക്സ് ഇടുണ്ടാക്കണം നമ്മുടെ വാളിന് വേണ്ടിയിട്ട്. സോ 6 മീറ്റർ ബൈ 4 മീറ്ററിൻ്റെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ബോക്സ് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമുക്ക് വേണ്ടത്. സോ ഇങ്ങനെ ചരിച്ചു. നെക്സ്റ്റ്, ഇതിൻ്റെ വാളിൻ്റെ തിക്നെസ് ഞാൻ 200 ആണ് കൊടുക്കുന്നത്, 20 സെൻറ്റി. സോ 20 സെൻറ്റി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ പ്ലെയിൻ താഴത്തെ ഭാഗം ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, അതിനുശേഷം ഈ വാളിൻ്റെ ഹൈറ്റ് നമ്മൾ 3 മീറ്റർ എക്സ്ട്രൂഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ വാൾ റെഡി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടോപ്പ് ഭാഗം, അതായത് മുകളിലത്തെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഈ ബാൽക്കണിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രില്ല് പ്ലേസ് ചെയ്യണം. സോ നിങ്ങൾ ഗ്രില്ല് പിന്നെ മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാനുവലായിട്ട് വരച്ചുണ്ടാക്കാം. അല്ലെങ്കിൽ പ്രൊഫൈൽ ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലഗിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഞാൻ പ്രൊഫൈൽ ബിൽഡറാണ് ഉപയോഗിക്കുന്നത്, കാരണം എനിക്കിപ്പോൾ ഇത് ഇരുന്ന് മോഡൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൊഫൈൽ ബിൽഡർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ക്രാക്ക് വേണ്ടിക്കൽ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പം ഞാൻ ഇവിടുന്ന് ഏകദേശം ഒരു 900, ഓക്കെ, 90 സെൻറ്റി ഇവിടുന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഒരു വിൻഡോ വരക്കുന്നുണ്ട്. സോ നമുക്ക് വിൻഡോ കട്ട് ചെയ്യാൻ 2-3 വിധത്തിൽ കട്ട് ചെയ്യാമെന്ന് നമ്മൾ മുന്നിലത്തെ ട്യൂട്ടോറിയലിലും കണ്ടിട്ടുണ്ട്. സോ ഞാൻ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 900, പിന്നെ 2.3 അതിൻ്റെ ഒരു വിൻഡോ ആണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഡിഫോൾട്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വിൻഡോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാനത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അത് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണ്ടെങ്കിലും പിന്നെ വീണ്ടും യൂസ് ചെയ്യാം. സോ ഞാനിവിടെ 2370 ഒരു വിൻഡോ യൂസ് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളെ നാട്ടിലത്തെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 210 വരെ ഹൈറ്റ് ഉള്ളൂ. പക്ഷേങ്കിൽ ഇത് കുറച്ച് ഒരു മോഡേൺ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം 2,600 ഞാൻ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ അല്ല റൂമിൻ്റെ ഹൈറ്റ്, വിൻഡോയുടെ ഹൈറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഈ ലൈന് ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. സോ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം 6 പ്രസ് ചെയ്തു റെക്റ്റാങ്കിൾ. ഞാനിവിടെ മറ്റേ ഇത് ഓണാക്കിയിട്ടില്ല, ഒരു മിനിറ്റ് അത് ഓണാക്കി തരാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കീ മാപ്പിംഗ് മനസ്സിലാവില്ല. സോ ഇതിൻ്റെ ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റെക്റ്റാങ്കിൾ 6 പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് P പ്രസ് ചെയ്യുക. നമുക്ക് ഇതിനുള്ളിലേക്ക് വലിച്ചിട്ട് കട്ട് ചെയ്യും. സോ നമ്മുടെ വിൻഡോയുടെ ഓപ്പണിങ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു വിൻഡോ പ്ലേസ് ചെയ്യണം. സോ അതിന് മുന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഫ്ലോറ് നമുക്ക് 2-3 ടൈപ്പിൽ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സാധാരണ നമ്മൾ പ്ലെയിന് വരച്ചിട്ട് നമ്മളതിന് മെറ്റീരിയൽ കൊടുക്കുക. ഇവിടുന്ന് ഞാനൊരു 800 or 900 പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഇത് 900 പോരാ, കുറച്ചും കൂടി പോരാ. ഓക്കെ, ഇവിടുന്ന് ഏകദേശം ഒരു 1.3 മീറ്റർ. ഓക്കെ, ഇത്രയും ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 2-3 ടൈപ്പിൽ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് സാധാരണ മെറ്റീരിയൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോർ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെയുണ്ട്. മാക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്ലോർ ജനറേറ്ററിനെ പറ്റി അറിയാം. അല്ലെങ്കിൽ ഇതാണ് സാധനം. ഒരു മിനിറ്റ്. ഫ്ലോർ ജനറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫ്ലോർ ജനറേറ്റർ. ഇത് വെച്ചിട്ട് നമുക്ക് ടൈലുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മളിപ്പം ഈ നമ്മുടെ പ്ലെയിനായിട്ടുള്ള സർഫേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫ്ലോർ ജനറേറ്ററിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പാറ്റേൺസ് ഉണ്ട്, ടൈലുണ്ട്, ബ്രിക്ക് ഉണ്ട്. അതായത് ചെറിയൊരു പ്രിവ്യൂ ഇവിടെ കാണിക്കും. അതേപോലെ വുഡുണ്ട്, വുഡൻ ടൈപ്പ് ഉണ്ട്. പിന്നെ പല ടൈപ്പ് ട്വീറ്റഡ്, കോണായിട്ട് പോകുന്നത്, അങ്ങനെ കുറേ ട്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട്. ഹെക്സഗൺ ഷേപ്പ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അതിന് കുറച്ച് സെറ്റിങ്സുകളുണ്ട്. ഇപ്പം ലെങ്ത്ത്, വിത്ത്, ഗ്യാപ്പ്. ഇപ്പം 30 സെൻറ്റി ബൈ 30 സെൻറ്റിൻ്റെ ടൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ് വേണ്ടുന്നത്, അങ്ങനെയെല്ലാം കൊടുത്തിട്ട് കോർണറിങ്ങൾക്ക് പിന്നെ സെൻറ്ററാണോ വേണ്ടുന്നത്, ഗ്രിഡ് ഓറിയൻറ്റ് കോർണറാണോ വേണ്ടുന്നത്, പിന്നെ അതിൻ്റെ റാൻഡമായിട്ടാണോ ഈ വുഡൻ്റെ കൊടുക്കുന്നത് റാൻഡമായിട്ടാണോ വേണ്ടുന്നത്, അതേപോലെ തന്നെ അറ്റത്ത് ബെവൽ ആവശ്യമുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെവൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെവൽ കൊടുക്കാം. ഇൻഡിവിജ്വൽ ടൈലിനെ ഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈൽ ഗ്രിഡ് ഡൺ എന്ന് പറഞ്ഞിട്ട് അത് റീഡാവും. ഇപ്പം നമ്മൾ ടൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈലിനെല്ലാം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടൊരു എഫക്റ്റിൽ അത് കാണിച്ചു തരും. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ടൈലൊക്കെ ചെയ്യുന്നത് ചിലപ്പം 3D മാക്സിൽ ചെയ്യുമ്പോൾ ഫ്ലോർ ജനറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നമുക്കൊരു ട്യൂട്ടോറിയൽ നമുക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യാം. സോ നമ്മൾ ഇപ്പം ഞാൻ പ്ലെയിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഫയല് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇടുന്ന സമയത്ത് ഈ പ്ലഗിനും കൂടെ ഗൂഗിൾ ഡ്രൈവിലിടാം. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം ഇവിടുന്ന് ഇതിന് ഒരു 1300 പുറത്തേക്ക് ഓഫ്സെറ്റ് ചെയ്തു. അതിനുശേഷം ഇത് ഇവിടുന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണക്റ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ
ഫ്ലോറിൽ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കാം. ഇത് നമുക്കിവിടെ ഗ്രില്ലാണ് വേണ്ടത്, ഒരു റെയിലിംഗ് പോലത്തെ ഒരു സാധനം വേണം. അപ്പം സാധാരണ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈന് വരച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് ആ ലൈന് നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് അതിന് ശേഷം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രില്ല് എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം ഗ്രില്ല് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ എക്സ്ട്രൂഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് മുകളിൽ വെച്ചതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഗ്ലാസ് ഈ ഒരു ഫേസ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം എസ്കേപ്പ്, നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക. എന്നിട്ട് എഡിറ്റിൽ പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത് അവിടെ തന്നെ വരും. അതിനുശേഷം അതിന് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഒരു ഗ്ലാസിൻ്റെ എഫക്റ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഗ്രൂപ്പാക്കുക. അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊരു വുഡിൻ്റെ എഫക്റ്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റെയിലിങ് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ പറ്റും. ഇപ്പം ഞാനിതിന് ജസ്റ്റ് ഒരു വുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു ബാൽക്കണിയിലുള്ള ഒരു ഹാൻഡ് റെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈൽ ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ അസംബ്ലി ക്രിയേറ്റ് ചെയ്യാണ്. പെട്ടെന്ന് ചെയ്യാനും പറ്റും, നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇതിൻ്റെ ക്രാക്ക് അവൈലബിൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഒറിജിനലാണ് യൂസ് ചെയ്യുന്നത്. സോ ക്രാക്ക് ഉണ്ട് എന്ന് തന്നെ എൻ്റെ അറിവ്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാൽ കിട്ടും. എൻ്റെ കയ്യിലില്ല. നമ്മളെ ഗ്രൂപ്പിൽ ആരുടെയൊക്കെ കയ്യിൽ ഇതിൻ്റെ ക്രാക്ക് ഉണ്ടെന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അത് ഞാൻ ജസ്റ്റ് ഒരു റെയിലിംഗ് അസംബ്ലി ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ ബിൽഡ് അസംബ്ലി എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ റെയിലിംഗ് വരച്ചു കൊടുക്കാം. സോ വളരെ ഈസിയാണ്, പെട്ടെന്ന് പരിപാടി ചെയ്യും. നിങ്ങൾക്ക് ഇതേപോലെയുള്ള അസംബ്ലീസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാനും പറ്റും. സ്വന്തമായിട്ട് ഓൺ അസംബ്ലി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന പോലെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഗ്രില്ല് ഇവിടെ റെയിലിംഗ് വരച്ചു. ഇനി നമുക്ക് വേണ്ടുന്നത് ഇവിടുത്തെ വിൻഡോ ആണ്. സോ വിൻഡോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഈസി സ്റ്റെപ്പിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരുപാട് സമയമൊന്നും എടുക്കാതെ നോക്കാം. ഒരു റെക്റ്റാങ്കിൾ ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കാം. നമ്മളിത് നേരത്തെ നമ്മൾ ഇതിന് മുന്നിട്ട് ചെയ്തൊരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു, ഒരു ഇൻറ്റീരിയറിൻ്റെ ട്യൂട്ടോറിയൽ. അതിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, അതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ നിന്ന് ഒരു 350 ഞാൻ ഇവിടുന്ന് താഴോട്ടേക്ക് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് 350 വരെ 400 കൊടുക്കുക. 100 താഴോട്ടേക്ക് ആക്കിയിട്ട് 400 കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഈ ഒരു എഡ്ജ് കോപ്പി ചെയ്തിട്ട് ഇവിടത്തേക്ക് വെച്ചു. അതിനെ ഡിവൈഡ് ടു 4 കൊടുത്തു. അപ്പോൾ അത് 4 പാർട്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടാവും. ഇതിനെ ഓവറോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ 1001 ബിറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലഗിന്, നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലഗിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ക്രിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഫൈൽ ഓൺ എ പ്ലെയിൻ. അത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള പ്രൊഫൈലുകൾ നമുക്കൊരു പ്ലെയിനിൽ തന്നെ ചെയ്തെടുക്കാം. അതാണ്. അപ്പോൾ നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് വർക്കാവുമെന്ന് തോന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്ജ് കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫേസ് മാത്രമേ വേണ്ടുള്ളൂ. സോ നമ്മൾ എഡ്ജ് ഡീസെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഫേസ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം ഇത് തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്രൊഫൈല് നമുക്കിതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 60x60 കൊടുക്കുന്നുണ്ട്. ഫ്രെയിമിൻ്റെ ഡെപ്ത്ത് 60 വിത്തും 60 ഡെപ്ത്തും കൊടുത്തു. എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുക്കാം. നേരെ തിരിച്ചിട്ടാണ് വേണ്ടത്. ഫേസ് വേണ്ട, എഡ്ജ് മാത്രം മതി. എഡ്ജ് മാത്രം സെലക്ട് ചെയ്യുക, 60x60 ക്രിയേറ്റ് പ്രൊഫൈൽ. സോ നമ്മുടെ പ്രൊഫൈൽ റെഡി. ഇനി നമ്മൾ ഈ പ്രൊഫൈലിൽ നമുക്ക് ഒരു ബ്ലാക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. സോ ഞാനിവിടെ കളറിൽ ബ്ലാക്ക്
മെറ്റീരിയൽ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊടുക്കാം. സോ ഞാനിവിടെ ഗ്ലാസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഗ്ലാസ് എടുത്ത് ഇതിൽ അപ്ലൈ ചെയ്തു. സോ നമ്മുടെ വിൻഡോ റെഡിയായി. ഇതിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് കാണാം. അത് നമ്മൾ ഇവിടെ ഈ വിൻഡോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗ്ലാസും വിൻഡോ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് ഇതിനെ കുറച്ച് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ വിൻഡോ റെഡിയായി. നമ്മുടെ വിൻഡോ ഇവിടെ ഇത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാകും, കാരണം ഔട്ട് സൈഡിലേക്കാണ് എക്സ്ട്രൂഡ് ആകുക. നമുക്ക് ജസ്റ്റ് സ്കെയിൽ ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇതിന് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാം. അതേപോലെ ഈ ഒരു സൈഡും ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ വിൻഡോ റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ കിച്ചണിൻ്റെ ഉൾഭാഗം, അതായത് ഈ പാർട്ടീഷൻസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നിട്ട് നമുക്ക് ഇവിടെ കർട്ടൻ വെക്കണം. ഈ കർട്ടൻ ഞാൻ 3D Max ഒബ്ജക്റ്റ് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈമേൽ ഈ കർട്ടൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലിടാം. പക്ഷേ ഹെവി സാധനമാണ്, സാധാരണ സിസ്റ്റം ചില സമയം സപ്പോർട്ടായെന്ന് വരില്ല. കാരണം ഞാനിത് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ല, ഗൂഗിൾ ഡ്രൈവ് അല്ല, 3D Max എന്ന് എക്സ്പോർട്ട് ചെയ്തതാണ്. നല്ല ഹെവിയാണ് ഫയൽ. അതുകൊണ്ട് ചില സമയം നിങ്ങളെ സിസ്റ്റം താങ്ങിന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പ്രോക്സി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോക്സി ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇടുന്നുണ്ട്. ആ പ്രോക്സി നിങ്ങൾ വിറയിൽ യൂസ് ചെയ്യുക. അപ്പം അതിന് മുന്നിട്ട് ഇതിന് നമ്മൾ കർട്ടൻ വെക്കുന്നതിന് സ്ഥലത്ത് നമുക്കൊരു വുഡിൻ്റെ പ്രൊഫൈൽ വേണം. വുഡല്ല, ഒരു പ്രൊഫൈൽ വേണം. കാരണം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ കർട്ടൻ വെക്കുന്നത്. സോ ഞാൻ ഇവിടെ ഒരു പ്രൊഫൈൽ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ആ പ്രൊഫൈലിൻ്റെ ഉൾഭാഗം ഇവിടെ നമുക്ക് കുറച്ചിങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം, ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഗ്രൂപ്പാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തുള്ള നമ്മുടെ ബാക്കി ഈ മോഡലിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതെന്താ, ഇതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ട് ഇവിടെ ഒരു ഇത് നമ്മുടെ വർക്കിംഗ് ഏരിയ, അതിനുശേഷം ഇവിടെ 2 കബോർഡ്, ഇവിടെ 2 കബോർഡ്, ഇവിടെ ഒരു വുഡൻ കബോർഡ്. ഇത്രയും സാധനങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ശരിക്ക് കാണുമ്പോൾ നമുക്കൊരു ഓവൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും സാധനം വെറും ഒരു പിക്ചറാണ്. വേറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു പിക്ചർ ഗൂഗിളിൻ്റെ അകത്ത് നിന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് ആ പിക്ചർ ഇവിടെ പ്ലേസ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ നല്ലൊരു ഓവൻ വെച്ച സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ 3D ഡിസൈനർമാരുടെ കള്ളത്തരങ്ങളാണ്. ഇങ്ങനെ കുറേ കണ്ണിൽ പൊടിയിടുന്ന കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇപ്പം ഇതിൻ്റെ നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒരു ബോക്സ് വരക്കണം. സോ ഞാൻ ഇവിടത്തേക്ക് ഒരു ബോക്സ് വരച്ചു. അപ്പോൾ നമുക്ക് സൈസ് നോക്കുക, എത്ര സൈസിലാണ് വേണ്ടുന്നത് നോക്കുക. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 600-ൻ്റെ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 600 ഒരു മാർക്ക് ചെയ്ത് വിട്ടു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതാണ് 600 വരുന്നത്. ഞാൻ ഈ 600 റേഞ്ചിലേക്ക് ഒരു ബോക്സ് വരച്ചു. അതിൻ്റെ ഹൈറ്റ് ഞാൻ 900 കൊടുക്കുന്നത്, അതായത് 900. നിങ്ങൾക്ക് ഈ കിച്ചണിൻ്റെ ഹൈറ്റ് എത്രയാണ് വരിക, കിച്ചൺ എത്ര ഹൈറ്റ് വേണമെന്നൊക്കെ ഗൂഗിളിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് നോക്കിയിട്ട് അതിൻ്റെ ഹൈറ്റ് നോക്കി പഠിക്കണം. കാരണം എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹൈറ്റിൻ്റെ കാര്യങ്ങൾ, ഓക്കെ, ഈ ഹൈറ്റ് എത്രയാണ് വരുന്നത് എന്നൊക്കെ കറക്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മോഡൽ കംപ്ലീറ്റ് കോളാവും. അപ്പം ഇതാണ് കിച്ചണിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു പിക്ചർ എടുത്ത് വെച്ചായിരുന്നു. ഒരു ടോട്ടൽ 2223, അതായത് 222 സെൻറ്റിമീറ്ററാണ് ഇവിടത്തേക്കുള്ള ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അതേപോലെ ഇവിടത്തേക്കുള്ള ഹൈറ്റ് 900 വരുന്നത്. പക്ഷേ ഇവിടെ വെറും മാർക്ക് ചെയ്തത് കാണുന്നില്ല. പിന്നെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞത് 600 ഇവിടത്തേക്ക് 60 സെൻറ്റി, പിന്നെയുള്ളത് 720 സെൻറ്റി. അങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നിങ്ങൾ ഒരുപാട് റെഫറൻസ് പിക്ചർ ഗൂഗിളിലുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള. അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ 900 കൊടുത്തിട്ടുണ്ട്. 900-ൽ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും.
ഇവിടുന്ന് ഇവിടത്തേക്ക് 900, ഇവിടെ ഒരു സ്ലാബ് ഉണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ ടോട്ടൽ 230 മേലെ കൊടുക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിൻഡോൻ്റെ ഹൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ പിക്ചർ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ഇവിടുന്ന് ഏകദേശം ഞാൻ കറക്റ്റായിട്ട് പറയുന്നതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം ഒരു 1 മീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിടാം. 500 രണ്ട് ഇത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഏകദേശം 120 സെൻറ്റിൻ്റെ ഒരു ഇത് വരച്ചു. ഓക്കെ, ആ ഗ്യാപ്പ് ഞാനിവിടെ കൊടുത്തതേ ഉള്ളൂ, പിന്നെ നമുക്ക് യൂസ് ആവും. സോ ഞാനിവിടെ നമ്മൾക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളത് ഉള്ളൊന്നും കാണിക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ആക്കിയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാനൊരു 18 mm MDF വെച്ചിട്ടാണ് നമ്മളിത് വെറുതെ കാണിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 18 mm MDFൻ്റെ ഒരു തിക്നെസ് വെറുതെ 20 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതാരും ചെക്ക് ചെയ്യാനൊന്നും വരുന്നില്ല. നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്താണ് മെറ്റീരിയൽ എന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ചെയ്യുന്നതിന് മുന്നിട്ട് നമുക്ക് എപ്പോഴും ബേസിൻ്റെ ഭാഗത്ത് ഒരു ഹൈറ്റ് വേണം. കാരണം കാല് കൊണ്ടുപോയിട്ട് അടിച്ചു പോരുത്, ഒന്ന്. രണ്ടാമത് നമ്മളെ ഡോറ് തുറക്കാനുള്ള ഒരു ഇത് വേണം. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഒരു ഗ്യാപ്പ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 50 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നമ്മളൊരു ഗ്യാപ്പ് ഇതിൻ്റെ അടിയിൽ കൊടുക്കണം. ഞാൻ ഇവിടത്തേക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. 50 mm കൊടുത്തു. അതേപോലെ തന്നെ ഉള്ളിലേക്ക് 50 mm എക്സ്ട്രൂഡ് ചെയ്തു. സോ അത് ഉള്ളിൽ പോയി. ഇനി നമുക്ക് ഈ ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ 20 mm കൊടുത്തിട്ട് തിക്ക് കൊടുത്തു. നമുക്ക് ഉള്ളിലേക്ക് വലിക്കാം. കറക്റ്റ് ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളന്നിട്ടൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരും നോക്കാനൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലെയിൻ വരക്കാം. ഇതൊക്കെ ഈസി പരിപാടികളാണ്. കുറച്ച് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പം ഈ ഒരു പ്ലെയിന് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ആ പ്ലെയിന് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഞാനിതിനെ 6 ഡിവൈഡ് ചെയ്യാൻ പോകണം. സോ ഞാനിതിനെ ക്ലിക്ക് ചെയ്തു, പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇതിനെ കോപ്പി ചെയ്ത് വെച്ചു. ഡിവൈഡഡ് ബൈ 6. ഇപ്പം ഞാനിതിനെ 6 ഡിവൈഡ് ചെയ്തു. ഇവിടെ 3, ഇവിടെ 3. ഇനി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു, അത് മാത്രം എടുത്തു. ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഐസോലേറ്റ് എന്നൊരു പ്ലഗിൻ ഉണ്ടായിരുന്നു. എൻ്റെ ഏതോ പ്രീവിയസ് ട്യൂട്ടോറിയലിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ പ്ലഗിന്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഐസോലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ അത് യൂസ് ചെയ്യലില്ല, ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യൽ. അത് ഫ്രീ ആണ്, ഇത് പെയ്ഡാണ്. അപ്പം അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ എക്സ്റ്റൻഷൻ വെയർ ഹൗസിൽ ഐസോലേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലഗിന് കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ സാധനം ഉണ്ട്. ലെഡ് ബൈ ഓഫ്സെറ്റിംഗ് അലോങ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പം എനിക്ക് ചെയ്യേണ്ടത് 1.5 ഞാൻ 1.5 കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് ഞാനിതിന് വലത്തേക്കും ഒരു കോപ്പി, അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇടത്തേക്കും ഒരു കോപ്പി എടുത്തു. അപ്പോൾ നമുക്ക് 2 കൊടുക്കാം. അപ്പം കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് കാണിക്കും. സോ 2 കൊടുത്തു. 2 കൊടുത്തിട്ട് ഇതിന് വലത്തേക്കും 2, ഇടത്തേക്കും 2 കൊടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലൈനും നമ്മൾ ചൂസ് ചെയ്യുക, പ്രസ് ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇത് കൊടുക്കുക. 1 കൊടുത്തിട്ട് എക്സ്, അതായത് നെക്സ്റ്റ് റിപ്പീറ്റേഷൻ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിലും ഇതിൻ്റെ കോപ്പി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ് ചെയ്തിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്താലേ നമുക്ക് ഈ സെൻറ്റർ പൊസിഷൻ വേണ്ട. അപ്പോൾ ഈ പ്രസ് ചെയ്തിട്ട് ഇതങ്ങ് റിമൂവ് ചെയ്യുക, എല്ലാ ഭാഗത്തും ഇത് റിമൂവ് ചെയ്യുക. ഓക്കെ, നമ്മളെല്ലാം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒരു 20 mm മുന്നോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എല്ലാം 20 mm എക്സ്ട്രൂഡ് ചെയ്യുക. അതിനുശേഷം എല്ലാം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പാക്കി വെക്കാം. കോമ്പനൻ്റ് ആക്കരുത്, കാരണം നമുക്ക് ഏതെങ്കിലും ഒരു പാനൽ ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പനൻ്റ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും ചേഞ്ചസ് വരും. സോ നമ്മൾ ഇത്രയും പാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും, ഞാനിതിൻ്റെ
ഈ മൂന്നെണ്ണം ഈ രണ്ട് പാനൽ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 3 ഡോറും റെഡിയായി. ഓക്കെ, ഇത് ശരിക്കും ഇങ്ങനെ തള്ളി നിൽക്കാനൊന്നും പാടില്ല കേട്ടോ. ഇത് ഉള്ളിലേക്ക് വരണം. ഞാൻ കാണിക്കണ്ടോണ്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഓക്കെ, ഇത്രയും സാധനം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് മോഡലിങ് തീർന്നു. ഇത് മൂന്നുമായി, ഇതുമായി. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? ഈ സാധനം അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അൺഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് റെഡിയായി. നമുക്ക് ഇവിടുത്തെ വരെയേ ഉള്ളൂ, കാണുന്നില്ലേ? ഇവിടുത്തെ വരെ നമ്മുടെ ബാക്കി ഇത്രയും ഭാഗം സ്ലാബ് വരുന്നതാണ്. ഇങ്ങനെ സ്ലാബ് വരുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റിൽ പേസ്റ്റ് ഇൻ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിനൊരു ഹൈറ്റ് കൊടുക്കുക 25 mm. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുക. അതിനുശേഷം സെയിം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് Ctrl+Shift+V കൊടുക്കുക. അതായത് എഡിറ്റിൽ പേസ്റ്റ് ഇൻ പ്ലേസ് ഇത് കൊടുത്തതിന് ശേഷം ഈ ലൈന് ഇവിടത്തേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താലേ. ഈ ലൈന് വേണ്ട, നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. ഈ സാധനത്തിന് നമുക്ക് 25 mm എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം ഇതിന് ഈ ഒരു ഫ്രണ്ടിലത്തെ ഇവിടെ ഒരു ലൈന് വന്നിട്ടുണ്ട്. ആ ലൈന് വേണ്ട. ഈ ഫ്രണ്ടിലത്തെ ഇതിന് കണക്കാക്കിയിട്ട് ഈ ഡോറിന് കണക്കാക്കിയിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം ഈ കോർണറില്ലേ, അത് നമുക്ക് സ്മൂത്ത് വേണം. സോ എ പ്രസ് ചെയ്യുക, അതായത് ആർക്ക് ടൂള്. അതിനുശേഷം ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ആർക്ക് വരക്കുക. പി പ്രസ് ചെയ്തിട്ട് ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോർണർ സ്മൂത്തായി. എന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. സോ ഇത്രയും ഭാഗമായത് നമ്മൾ ഇത്രയും ഭാഗം ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഇവിടുന്ന് ഒരു ഈ ഹൈറ്റിൽ, ഈ വിൻഡോയുടെ ഹൈറ്റിൽ നമുക്ക് ഒരു ബോക്സ് ഉണ്ട്. അതേപോലെ ഇവിടെയും ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെയിം സാധനം തന്നെ മുകളിൽ വെച്ചാൽ മതി. ഈ ഭാഗമില്ലേ, ഈ ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈന് പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടുത്തെ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എസ്കേപ്പ് അടിച്ചിട്ട് Ctrl+Shift+V പ്രസ് ചെയ്യുക. അതിനുശേഷം പി പ്രസ് ചെയ്തിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഈ വിൻഡോയുടെ അടിഭാഗം, അതായത് ഈ ഇവിടുത്തം വരെ ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് താഴോട്ട് വെക്കുമെന്നോട്ടെ, ഇത്ര വേണ്ട. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എഫ് പ്രസ് ചെയ്തിട്ട് ഇതിന് 20 കൊടുത്തു. ഇതിനെ പി പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഗ്രൂപ്പ്. ഇനി നമ്മൾ ഈ 2 ഡോറ് നമ്മൾ ഇതിൽ കോപ്പി ചെയ്ത് വെക്കണം. സോ ഞാൻ ഇവിടുന്ന്
2 ഡോറ് സെലക്ട് ചെയ്തു. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഈ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ ഇത് കൊണ്ടിട്ട് പ്ലേസ് ചെയ്യും. കറക്റ്റാണോ നോക്കിക്കോ, കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ 2 ഡോറും ഇതിന് കണക്കാക്കിയിട്ട് താഴോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഇത്രയും ആവശ്യമുള്ളൂ, ഇവിടെ വെച്ചാൽ മതി. അതേപോലെ ഈ ഒരു ഡോറും ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് ലാസ്റ്റ് എക്സ്ട്രൂഡ് ചെയ്തത് അത്രയും ലെവലിലേക്ക് അത് വന്ന് നിൽക്കും. സോ നമ്മുടെ 2 ഡോറും റെഡിയായി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇവിടെ ആ ഒരു നമ്മുടെ എന്തായാലും പറയാം ഓവനുള്ള സ്പേസ് കാണണം. സോ നമുക്ക് ഏകദേശം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 450 ആ റേഞ്ചിലാണ് സൈസ്. സോ നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് 450 സൈസ് വെച്ചു. അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു ഓവൻ്റെ പിക്ചർ, ഓക്കെ, ടെക്സ്ചർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ ആ സ്ഥലം. നമുക്ക് പിന്നെ ടെക്സ്ചർ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അവിടെ ഒരു കളർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം. സോ ഞാനിവിടെ ഒരു കളർ ഫില്ല് ചെയ്തിട്ട് തൽക്കാലം ഒഴിവാക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ 2 ഇത് കൂടെ വരുന്നുണ്ട്. ഇതേപോലത്തെ 2 ഷെൽഫ് കൂടെ ഉണ്ട്. സോ ഞാൻ ഇത് അതേപോലെ ഇതും സെലക്ട് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ഈ കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത്ര നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിന്നിട്ട് അവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഷെൽഫിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഏകദേശം 400 അല്ലെങ്കിൽ 350 മതി. 350 ഉള്ള ഷെൽഫ് മതി. അപ്പോൾ ഈ ഷെൽഫിനെ നമുക്ക് പുറകോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം 350ലേക്ക്. അതിനുശേഷം ഈ ഒരു പോയിന്റ് ഇവിടത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതേപോലെ നമ്മൾ കണ്ടു ഇവിടുന്ന് ശരിക്കും ഒരു 600 ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് 600 പോരാ, നമുക്കൊരു ഇത്ര മതിയോ? ഇത്ര ഉള്ള കൊടുക്കാം. 700 നമുക്ക് ഇത് കൊടുക്കാം. സോ ഞാൻ ഈ പാനല് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 700 നമ്മൾ ഈ പാനൽ നോക്കി കൊടുത്തു. അതേപോലെ ഇതും സെലക്ട് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യാം. അതേപോലെ ഈ പാനൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് അതിനൊരു 2 മീറ്റർ ഗ്യാപ്പ് ഇടുക. 4 mm ഗ്യാപ്പ്. ഇപ്പം നമ്മുടെ ഈ 2 ഇതും റെഡിയായി. ഇനി നമുക്കുള്ളത് ഇവിടെ ഒരു ചെറിയ വുഡിൻ്റെ ഒരു പാർട്ടീഷൻ കൂടി, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു വുഡിൻ്റെ ചെറിയൊരു പാർട്ടീഷൻ കൂടി ഉണ്ട്. സോ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെക്റ്റാങ്കിൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വെച്ച് വരച്ചു. അതിനുശേഷം ഇതിനൊരു 18 mm തിക്നെസ് കൊടുത്തു. ഓക്കെ, അതിനെ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു പാനലിനെ നേരെ സെൻറ്ററിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും, ഇപ്പോൾ 18 ആണല്ലോ നമ്മൾ കൊടുത്തത്, മുകളിലേക്കും 9 വേണം, താഴേക്ക് 9 വേണം. സോ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് 9 കൊടുത്തു. അതേപോലെ ഇവിടെ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് താഴോട്ടേക്കും 9 കൊടുത്തു. എന്നിട്ട് ഈ സെൻറ്റർ പോർഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്താണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തിക്നെസ് വേണം. സോ ഞാൻ ഇവിടുന്ന് ഒരു 300 കൊടുത്തു. അവിടുന്ന് ഇവിടെ നമുക്ക് 18 കൊടുക്കാം. റെക്റ്റാങ്കിൾ പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 18 ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതേപോലെ ഈ ഒരു 18 ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം, ഒന്നും ആവശ്യമില്ല. ഇതിനെ നമുക്ക് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഞാൻ ഇതിനെ പുറത്തേക്ക് ഒരു 250ലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. അതേപോലെ ഈ ഭാഗങ്ങളൊക്കെ 250ലേക്ക് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഇവിടുന്ന് ഇവിടത്തേക്ക്, അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ആ ലൈന് ഡിലീറ്റ് ചെയ്യാതെ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വുഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വുഡ് ഒരേപോലെ പാറ്റേണിലായിരിക്കില്ല. ഇവിടുന്ന് ചില സമയം ഇവിടുത്തെ വരെ വരിക സ്ട്രെയിറ്റ് ആയിരിക്കും, ഇവിടുന്ന് വേറെ രീതിയിൽ വരിക. അപ്പോൾ നമ്മൾ ഈ കട്ടുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമ്മൾ വുഡ് കൊടുക്കുന്ന കട്ട്, ആ വുഡിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കണ്ടിന്യൂസ് ആവാത്ത രീതിയിൽ വേണം
നമ്മൾ വുഡ് അപ്ലൈ ചെയ്യാൻ. സോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കണം. അതിനൊരു കളറ് ജസ്റ്റ് അപ്ലൈ ചെയ്തിടുക. ഓക്കെ, ഇപ്പം നമ്മൾ അതും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വെക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലാബിന് ഒരു കളറ് അപ്ലൈ ചെയ്യുക. ഇവിടെ വെക്കുന്നത് ഇനിയൊരു വാഷ് ബേസിൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അടുപ്പാണ്. അത് രണ്ടും എൻ്റെ അടുത്ത് മോഡലുണ്ട്. സോ ഞാൻ ആ മോഡൽ കോപ്പി ചെയ്തിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ മോഡൽ ഗൂഗിൾ ഡ്രൈവിലാക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു പോട്ടും, അതാണ് ഇവിടെ കാണുന്ന സാധനം. ഇവിടെ ഒരു ടേബിൾ, അതിൻ്റെ മേലെ ഒരു ഫ്ലവർ പോട്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ഞാൻ ഗൂഗിൾ ഡ്രൈവിലാക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെടുത്തോ. അപ്പം ഈ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും, ഈ പോട്ടുകളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ശരിക്കും നിങ്ങൾക്ക് സ്കെച്ചപ്പ് എക്സ്റ്റെങ് 3D വെയർഹൗസിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. ഞാൻ 3D വെയർഹൗസ് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളിഷ്ടം. ഒരിക്കലും നിങ്ങൾ കോപ്പി ചെയ്ത് സെയിം ആയിട്ട് ചെയ്യാറ്. എല്ലാ പാറ്റേൺ കളറൊക്കെ മാറ്റാം. ഈ കളറിൽ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പി ചെയ്യാന്ന് പറയരുത്. ഈ രീതിയിലല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതി ചെയ്തിട്ട് വേറൊരു രീതിയിൽ ഇതേ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി ഇത് ബാക്കിയുള്ള കാര്യങ്ങളൂടെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലോറിൽ നമ്മൾ ടൈല് ഇടാൻ പോകുന്നുണ്ട്. അപ്പം ഇനി ടേബിൾ വെക്കണം, ഈ സാധനങ്ങൾ വെക്കണം. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടയ്ക്കുള്ള ഒബ്ജക്റ്റുകൾ ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. സോ നമുക്ക് എന്നിട്ട് ഇതിൽ നമ്മുടെ വാഷ് ബേസിനും ഇതൊക്കെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് മെറ്റീരിയൽ കൊടുത്തിട്ട് അടുത്ത ട്യൂട്ടോറിയലിൽ ഇത് റെൻഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഒബ്ജക്റ്റുകളൊക്കെ ഒന്ന് കോപ്പി ചെയ്യട്ടെ. നമുക്കിത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അപ്പം ഇത് ഇവിടെ പ്ലേസ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ഈ ഒരു സിങ്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സിങ്ക് കവേർഡാണ്, കാരണം അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ബൂളിയൻ ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളിഡ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസിനെ പറ്റി ഞാൻ ഇതിന് മുന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അതെന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മളൊരു ബോക്സ് ഇവിടെ റെക്റ്റാങ്കിൾ വെച്ചിട്ട് നമ്മളൊരു ബോക്സ് വരച്ചു, അതിനെ ഗ്രൂപ്പ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഒരു സിലിണ്ടർ വരച്ചു എന്ന് വിചാരിച്ചോളൂ. സിലിണ്ടർ എന്നല്ല, നമുക്ക് എന്ത് വേണ്ടിക്കെങ്കിലും വരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. സിലിണ്ടർ വരച്ച് അതിനൊരു ഗ്രൂപ്പ് ചെയ്ത് ഇതിന് ഇൻ്റർസെക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ബൂളിയൻ ചെയ്യാം. അതായത് നമ്മൾ 3D മാക്സ് ചെയ്യുന്ന ആൾ പറയുക ബൂളിയൻ ചെയ്യുക എന്നുള്ളൊരു വേർഡാണ് ഉപയോഗിക്കുക. നമുക്കിതിന് ഈ ബോക്സിൽ ഈ റൗണ്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇൻബിൽഡായിട്ട് ഈ സ്കെച്ചപ്പിൻ്റെ അകത്ത് വരുന്ന ഒരു സാധനമുണ്ട്, പിന്നെ അതിൻ്റെ പേര് സോളിഡ് ടൂൾസ് എന്നാണ്. ഇതാണ് സോളിഡ് ടൂൾസ് എന്ന് പറയുന്നതാണ്
ഇത് സ്കെച്ചപ്പിൻ്റെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ടൂളാണ്. അപ്പം അതാണെങ്കിൽ ഫ്രീ ആണ്. ഇതാണ് ടൂള്. ഇത് ഫ്രീ ടൂളാണ്. പക്ഷേങ്കിൽ ഇതിൽ എല്ലാ ടൂളുകളും എല്ലാ രീതിയിലൊന്നും കട്ടാവില്ല. ചിലതിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ എറർ കാണിക്കും. ചിലതിൽ കട്ട് ചെയ്യുന്ന നേരത്ത് അതിൽ എറർ കാണിക്കും, അത് സോളിഡ് ഒബ്ജക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബൂൾ ടൂൾസ് 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇത് പെയ്ഡാണ്. അപ്പം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ സമയത്ത് അങ്ങനെ സോളിഡ് ഒബ്ജക്റ്റ് അല്ല, അങ്ങനത്തെ എററൊന്നുമില്ല, ഏത് സാധനവും കട്ടായിട്ട് പോകും. അപ്പോൾ ഇതിലെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇത് ഇൻ്റർസെക്റ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ്റർസെക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോറി നേരെ തിരിഞ്ഞിട്ടാണ് കണ്ടുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതിൽ സബ്സ്ട്രാക്ട് എന്നുണ്ട്. അതായത് നമ്മൾ ഓട്ടോകാഡിലെല്ലാം യൂസ് ചെയ്യുന്ന വേർഡാണ് സബ്സ്ട്രാക്ട്. അതിന് തന്നെയാണ് ബൂളിയൻ. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻ്റർസെക്റ്റ്, യൂണിയൻ, സബ്സ്ട്രാക്ട്, ട്രിമ്മ്, ഡിവൈഡ്, സ്പ്ലിറ്റ്, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്നും കൂടി പറഞ്ഞുതരാം. ഈ സബ്സ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇത് സോളിഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഈ നമ്മളെ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ റൗണ്ട് കട്ടായി പോകും. ഓക്കെ, ഇത് റൗണ്ടിൽ എന്ന് മാത്രമല്ല, ഇതെല്ലാത്തിനും ബാധകമാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഇത് നമ്മൾ ട്യൂട്ടോറിയൽ വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പോകുന്നത്, പക്ഷേ കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മളിപ്പം ഈ ഒരു പൈപ്പ്, ഓക്കെ, ഈ ഒരു പൈപ്പിന് ഞാനിവിടെ ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തു. കാരണം ഞാനിതങ്ങ് എടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവൻ എന്താ ഈ കാണിച്ചിട്ട് പോയെന്നുള്ളൊരു ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ സോളിഡ് ടൂൾസിൻ്റെ കാണിച്ചു തരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല, കാരണം അതെല്ലാം നമ്മളിപ്പോൾ സബ്ജക്റ്റ്. പക്ഷേങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബോക്സ് വെച്ചിട്ട് ഇതിനെ സീ ത്രൂ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സിൽ നേരത്തെ കാണിച്ച സംഭവമല്ല നമുക്ക് ചെയ്യാം. കാരണം ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇതിൽ അങ്ങനെ ഒരു സംഭവം പോസിബിൾ അല്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോക്സ്, ഇത് ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വരച്ചിട്ട് നമ്മളതിനെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് നമുക്ക് ഈ കോർണർ വേണ്ടെങ്കിൽ ഒന്ന് സ്മൂത്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഇങ്ങനെ ആർക്ക് ചെയ്തു, രണ്ട് സൈഡും ഒന്ന് ആർക്ക് ചെയ്തിട്ട് നമ്മളിതിനെ ഒരു ചാംഫർഡ് ബോക്സ് ആക്കി മാറ്റി ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻ്റർസെക്റ്റ് ആവും ഇത് തമ്മിൽ. അപ്പം ഇത് കുറച്ചും കൂടി നമുക്ക് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് ഉള്ളത്. സോ ഇതിനെ കുറച്ച് നമുക്ക് താഴോട്ടേക്ക് വലിക്കാം, ഇത്രയും ഭാഗം. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സബ്സ്ട്രാക്ട് എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ഒബ്ജക്റ്റായിട്ട് ഇതും സെക്കൻഡ് ഒബ്ജക്റ്റായിട്ട് ഇതും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ഈ സെൻറ്ററിലോട്ട് കട്ടായിട്ട് പോകും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റായിട്ട് ഇതും സെക്കൻഡ് ഒബ്ജക്റ്റായിട്ട് ഇതും കൊടുക്കുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഈ ഔട്ടർ സൈഡിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പീസ് അവിടെ റിമൈനിങ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഷെല്ല്, ഒരു ഡോറ് പോലെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതൊരു ഡോറായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഇത് രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോകുന്നു, എന്നാലും കുഴപ്പമില്ല. രണ്ട് ഷെല്ലായിട്ട് നമുക്കിപ്പോൾ ഇതൊരു ഡോറ് പോലെ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് നല്ല യൂസ്ഫുൾ ടൂളാണ്. പക്ഷേ ഞാൻ അത് കുറച്ചും കൂടിയും എല്ലാ സാധനങ്ങളൊന്നും ഇതിൽ കട്ടാവില്ല, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനത് അങ്ങനെ ലിമിറ്റും കാര്യങ്ങളൊന്നും എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഈ നമ്മുടെ സിങ്ക് എതിലോട്ടൊക്കെ മൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഇതിൽ
സിങ്ക് കട്ടാവണം. അതേപോലെ ഇതിൻ്റെ അടിയിൽ നമ്മൾ കൊടുത്ത ഈ ഒരു പാനലിൽ കട്ടാവണം. അതേപോലെ ഇതിൻ്റെ പുറകിൽ, അതായത് ഈ ഇത് വെച്ചതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ഇത് കണ്ടോ, ഈ ഒരു ഇതും കൂടി ഉണ്ട്, അതും കട്ടാവണം. ഈ 3 സാധനങ്ങൾ കട്ടാവണം. ഞാൻ അതിനെ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു പാനൽ എന്തുവാ വേണ്ട, ഓക്കെ, ഈ ഒരു പാനലുണ്ട്. അതേപോലെ ഈ ഒരു ബോക്സ് ഉണ്ട്. അതിന് മുകളിൽ നമ്മൾ കൊടുത്ത ഈ ഒരു പാനലും കൂടി ഉണ്ട്. ഇതാണ് നമ്മളെ മറ്റേ ഗ്രാനൈറ്റിൻ്റെ ടേബിൾ ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ കട്ടായിട്ട് ഇത് പോകണം. ഇത്രയും സാധനം കട്ടായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഡിലീറ്റ് ചെയ്താൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങൾ പിന്നെ ഡയമെൻഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാക്കി കളയും. അപ്പോൾ ഇപ്പം നമുക്ക് അത് പ്രശ്നമില്ല. സോ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം. ഒരു ബോക്സ് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ ഒരു പൊസിഷൻ, ഇതിൽ എവിടെയാണ് കട്ട് ചെയ്യേണ്ട ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടെ സൈഡൊക്കെ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്ത് അതിന് കണക്കാക്കിയിട്ട് വെക്കാം. ഇത്രയും ഭാഗം നമുക്ക് കട്ടായി പോകേണ്ടത്, ഇത്രയും ഭാഗം കട്ടായി പോകണം. ഓക്കെ, ഇത്രയും ഭാഗം കട്ടാൻ വേണ്ടിക്കൽ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ താഴോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കട്ടാണം. അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഒരു ഗ്രൂപ്പാക്കി മാറ്റി. ഇത്രയും ഭാഗം നമ്മളൊരു ഗ്രൂപ്പാക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ടൂളുണ്ട്. ഇതിൽ സബ്സ്ട്രാക്ട് എന്നെല്ലാം തോന്നുന്നു പേര്. ഇതിൽ ഡിഫറൻസ് ടൂൾ എന്നാ അങ്ങനെ എന്തോ പേര്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡായിട്ട് ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം എടുക്കും കട്ടായി പോകാൻ, കാരണം അത്രയും ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം അത്രയും ഭാഗം ബോക്സ് കട്ടായിട്ട് പോയി. പക്ഷേ ഇതേ സാധനം നമ്മൾ സോളിഡ് ടൂൾസ് വെച്ചിട്ട് വർക്കാവില്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഓരോ ബോക്സിനെയും കട്ട് ചെയ്തുകൊണ്ടാണ്. ഗ്രൂപ്പ് അതിൽ വർക്കാവില്ല. ഓരോ ബോക്സിനെയും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കട്ട് ചെയ്ത് വന്നാൽ മാത്രമേ അതിൽ വർക്കാവുള്ളൂ. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഇതിൽ ഗ്രൂപ്പെല്ലാം കട്ടാവും. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയ്ഡ് മാറ്റി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ട, ഇപ്പം നമ്മൾ സാധനം കട്ട് ചെയ്തു. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ സംഭവം കിട്ടി. അപ്പം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാണ്, അറിയുന്ന ആൾക്കാർ ക്ഷമിക്കുക. ഓക്കെ, ഹൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ റെഡിയായി. ഇത് എല്ലാം ഞാൻ ഓൾറെഡി അതിൽ പ്ലേസ് ചെയ്ത് തന്നെ ഞാനിവിടെ കോപ്പി ചെയ്ത് കൊണ്ടുവച്ചതേ ഉള്ളൂ. അതേപോലെ ഈ പാത്രങ്ങളൊക്കെ കുറച്ച് ഹൈറ്റിലാണുള്ളത്. അതൊക്കെ ഒന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് താഴോട്ടേക്കാക്കാം. എം പ്രസ് ചെയ്തിട്ട് ഇതിന് താഴോട്ടേക്ക് മൂവ് ചെയ്യാം. ഞാൻ അതിൽ ചെയ്തതിനെക്കാട്ടും കുറച്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വുഡൻ ബോക്സിന്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രശ്നം. നമുക്ക് ഇത്ര ശരിക്കും വേണ്ട കേട്ടോ. ഈ വുഡിൻ്റെ നമുക്കിതിനെ കുറച്ച് കുറക്കാം. ഇത് ഓവറോൾ സെലക്ട് ചെയ്തിട്ട് ഇതിനെ കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇത്ര മതി. അതേപോലെ ഇതും കുറച്ചൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്യാം. നമുക്കിതിനെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ പ്ലേസ്മെൻറ്റും കറക്റ്റായി. അതേപോലെ നമ്മുടെ ചെയറും എല്ലാം അവിടെ ഉണ്ട്. ഈ ഒബ്ജക്റ്റുകളൊക്കെ ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സീൻ ഇട്ടിട്ടില്ല കേട്ടോ. ഈ സീനൊന്നും വെച്ചില്ല. ഈ ഒബ്ജക്റ്റുകൾ മാത്രമേ വെച്ചില്ല. കാരണം സീന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ലൈറ്റ് ഇട്ടിട്ട് കളിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റുകൾ അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ക്യാമറ മാത്രമേ പ്ലേസ് ചെയ്യണ്ടു. ക്യാമറ ഏകദേശം ഇപ്പം ഞാൻ വെച്ച അതേ രീതിയിൽ തന്നെ വരിക. ഏകദേശം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടത്തേക്ക് സൂം ചെയ്യുക. അതിനുശേഷം കൂടി ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ക്യാമറ കിട്ടും. ബാക്കി നമുക്ക് ക്യാമറൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് മെറ്റീരിയലൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് അടുത്തൊരു ട്യൂട്ടോറിയൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക.
നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ ഇതിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതും അതേപോലെ റെൻഡർ സെറ്റപ്പ് ലൈറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.